ഞാനൊരു ഫിലിമിൻ്റെ ഷൂട്ടിങ്ങിന് പോയി. അതിനകത്ത് ഞാൻ അഭിനയിക്കാൻ പോയതാണ്. അപ്പോൾ ഒരു അമ്മച്ചി അതിൽ വന്നു. ഞാനതിൻ്റെ പ്രൊഡ്യൂസറിൽ ഒരാളും കൂടെ അവിടെ പുറത്ത് വന്ന് നിൽക്കുകയാണ്. ഞങ്ങളിങ്ങനത്തെ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അവർ വന്ന് ചോദിച്ചു, ഏതാ മോനെ, സീരിയലാണോ എന്ന് ചോദിച്ചു. അല്ല, സിനിമയാണോ. ഓ, സിനിമയാണല്ലേ. ആരാണ് സംവിധായകൻ? സത്യനന്ദിക്കാടാണോ എന്ന് ചോദിച്ചു. അപ്പോൾ പുള്ളിക്കാരിയുടെ ഒരു മെമ്മറികളിൽ അല്ലെങ്കിൽ ഹാർഡ് ബ്രെയിനുകളിൽ എന്തായിരിക്കും ഉണ്ടാവുക, അവിടെ വരെ എത്തിയിട്ടുള്ളൂ. ഈ കാലഘട്ടത്തിലുള്ള ഡയറക്ടേഴ്സൊന്നും അവരങ്ങനെ അത്രയും ഫെമിലിയറാണ്. അത് അന്നുണ്ടായിരുന്ന ഡയറക്ടേഴ്സിനെ പോലെ, ഇപ്പോൾ മോഹൻലാലിനെ മമ്മൂട്ടിയെ പോലെ രണ്ടുപേരെ പോലെ ഈ 25-30 വർഷമൊന്നും ഇനി ആരും ഇവിടെ നിൽക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം എന്ന് വെച്ചാൽ അത്രയധികം ഇൻ്റർനെറ്റും മറ്റു കാര്യങ്ങളും വന്നു പറഞ്ഞാൽ ഒരുപാട് ആളുകൾ ഇതിനകത്തേക്ക് വന്നിട്ടുണ്ട്. ഇപ്പോൾ എനിക്ക് തോന്നുന്നു ആഫ്റ്റർ സോൾട്ട് ആൻഡ് പെപ്പർ പോലെയുള്ള സിനിമകൾക്കൊക്കെ ശേഷം ആ ഒരു കാലഘട്ടമായിരുന്നു ഒരു ഡിജിറ്റൽ വിപ്ലവം എന്നുള്ളത്. അതായത് നമ്മുടെ ഈ സിനിമ ക്യാമറകൾ മാറി, മറ്റത് ഫിലിമിലായിരുന്നു. അപ്പോൾ ഫിലിം ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ ഒരു പ്രോബ്ലം എന്തായിരുന്നു വെച്ച് കഴിഞ്ഞാൽ, ഇതിന് 12,000 രൂപ സംതിങ് വില ഒരു 4 അടി സിനിമ ഫുട്ടേജിന്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ഭയങ്കര എന്താണ് പറയുക, കണ്ടീഷനിൽ ഉപയോഗിക്കും. അപ്പോൾ അത്ര റിഹേഴ്സൽ ചെയ്യും. ഓൾറെഡി ഉള്ള ആർട്ടിസ്റ്റുകൾക്ക് മാത്രമേ ചാൻസ് ഉള്ളൂ. പുതിയൊരാളെ പരീക്ഷിക്കാൻ പറ്റില്ല, പുതിയ ഡയറക്ടറിന് പടം എടുക്കാൻ പറ്റില്ല, കറക്റ്റായിട്ട് അറിയാവുന്ന ആൾക്കാർക്ക് അല്ലാതെ ഇത് ചെയ്യാൻ പറ്റില്ല. ഈ റെവല്യൂഷനോടുകൂടി, ഈ എന്താ പറയുന്നത്, ഡിജിറ്റൽ റെവല്യൂഷനോടുകൂടി ആർക്കും സിനിമ എടുക്കാവുന്ന ഒരവസ്ഥ എത്തി.